ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദു യാത്ര പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ, നയനയോടും ആദർശിനോടും. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം ചേച്ചി എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അപ്പം നന്ദു പോയപ്പം ആദർശ് പറയുകയാണ്, നന്ദുവിൻ്റെ മുഖം കണ്ടിട്ട് അവളെ അനാമിക നല്ല രീതിയിൽ എന്തോ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ നല്ല നിരാശയിലാണ് നന്ദു. അതിനോടൊപ്പം അനാമിക ഇങ്ങനെ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം നയന പറയുകയാണ്, അത് അവളുടെ സ്വഭാവം അനാമികയ്ക്ക് ശരിക്കും അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. പരിധി വിട്ട് കഴിഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി അനാമികയെ ഒരു മൂലയ്ക്കിരുത്തും. അതിനുള്ള വഴി അവൾ വെട്ടാതിരുന്നാൽ കൊള്ളാം. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനിയെയും അനാമികയുമാണ് കേട്ടോ. അനാമിക ഭയങ്കര ദേഷ്യത്തിൽ അനിയോട് പറയുകയാണ്, നിന്റെ വല്യമ്മയ്ക്ക് നിന്റെ വല്യമ്മയുടെ മരുമോളെ ഇഷ്ടമല്ല. ICUവിനകത്തേക്ക് നിന്റെ ഏട്ടത്തി വരരുതെന്നാണ് നിന്റെ വല്യമ്മയുടെ ആഗ്രഹം. അങ്ങനെയുള്ളപ്പോഴാണ് അവളുടെ അനിയത്തിയെ നീ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അനി ആകെ ദേഷ്യപ്പെട്ട് പറയുകയാണ്, ഞാൻ വിളിച്ചു വരുത്തിയതല്ലെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്. അപ്പോൾ അനാമിക പറഞ്ഞു, നീ എത്ര തവണ പറഞ്ഞാലും നമ്മളുടെ ബെഡ്റൂമിൽ നമ്മൾ തമ്മിലുള്ള അകലമില്ലേ, അത് സൂചിപ്പിക്കുന്നത് നീയും അവളും തമ്മിലുള്ള അടുപ്പമാണ്. അത് കേട്ട് അനി ആകെ ദേഷ്യപ്പെട്ട് എണീക്കുമ്പോഴത്തേക്ക് നമ്മളുടെ നയനയും ആദർശും അങ്ങോട്ടേക്ക് എത്തി. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ അനാമിക നയനയുടെ മുകളിലോട്ട് ചാടുവാണ്. ഓ, അനിയത്തി പോയപ്പോഴേക്കും ചേച്ചി എത്തിയോ? നിങ്ങൾ തന്നെ ആയിരിക്കും ഇവനും അവളും കാണാനുള്ള സാഹചര്യം ഒരുക്കിയത്. അപ്പം നയന ചോദിച്ചു, നീ എന്തൊക്കെയാ അനാമിക ഈ പറയുന്നത്? അപ്പം അനാമിക പറയുകയാണേ, ഓ, ഞാൻ പറയുന്നത് ഇവന് മനസ്സിലായിട്ടില്ല, അപ്പം നിങ്ങൾക്കും മനസ്സിലാവത്തില്ലല്ലോ. അപ്പം ആദർശ് പറയുകയാണേ, അനാമികേ, നയനയുടെ അനിയത്തിയാണ് നന്ദു. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ICUവിൽ കിടക്കുമ്പോൾ അമ്മയെ കാണാൻ അവൾ വരണ്ടേ, വിവരങ്ങളൊക്കെ തിരക്കണ്ടേ? അപ്പം അനാമിക പറയുകയാണേ, അതിന് ആരുമില്ലാത്ത സമയം നോക്കി ഒളിച്ചും പാത്തുമാണോ വരേണ്ടത്? നിങ്ങളൊക്കെ ഉള്ളപ്പോൾ അവൾക്ക് വരാമല്ലോ, അല്ലാതെ ഇവൻ മാത്രം ഉള്ളപ്പോഴാണോ വരേണ്ടത്? അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പം നയന പറഞ്ഞു, ഞാൻ ഒരുപാട് വട്ടം നിന്നോട് പറഞ്ഞതാണ്, അനിയെയും നന്ദുവിനെയും കൂട്ടി യോജിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിന് നിഷ്പ്രയാസം എനിക്ക് കഴിയുമായിരുന്നു. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിന്നിട്ടില്ല. അപ്പം അനാമിക പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കേട്ടോ നയനയെടുത്ത് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ എന്ത് മാർഗം ഉപയോഗിച്ചും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ കണ്ടില്ലേ, വല്യമ്മയെ ICUവിലാക്കിയത് ആരാ? വല്യമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ആരാ? അപ്പൊ നയന പറഞ്ഞു, ഒന്നുകിൽ നീയോ നിന്റെ അമ്മയോ, അല്ലെങ്കിൽ അബിയോ അവന്റെ അമ്മയോ, ഇവരിൽ ആരെങ്കിലുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തിരിക്കുന്നത്. അപ്പൊ അനാമിക കൈ ചൂണ്ടി നയനോട് പറയുകയാണ്, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അപ്പം ആദർശ് പറയുകയാണ്, നീ എന്തിനാ കൈ ചൂണ്ടി സംസാരിക്കുന്നത്? നീയേ ഇവളുടെ അനിയത്തിയാണ്, അതിൻ്റെ ബഹുമാനവും മാന്യതയും നീ എപ്പോഴും ഇവളോട് കാണിക്കണം. അപ്പം അനാമിക പറഞ്ഞു, കാണിക്കേണ്ടവരോട് അത് ഞാൻ കാണിക്കുന്നുണ്ട് ആദർശേട്ടാ. സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവരെയാണ് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആദർശ് പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരിക്കലും അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അപ്പം അനാമിക വീണ്ടും പറയുകയാണ്, ഇവരും ഇവരുടെ ചേച്ചിയും നല്ലതായിരുന്നെങ്കിൽ സ്വന്തം അമ്മായിയമ്മമാർ ഇവരെ ചേർത്ത് നിർത്തില്ലായിരുന്നോ? ഇന്ന് നിങ്ങളുടെ അമ്മായിയമ്മയും നിങ്ങളുടെ ചേച്ചിയുടെ അമ്മായിയമ്മയും സ്നേഹിക്കുന്നത് എന്നെയാണ്. അപ്പോൾ ആദർശ് പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പോൾ ICUവിൽ കിടക്കുകയാണെങ്കിൽ പോലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ ഇവളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മ ചെയ്യുന്ന ബുദ്ധിമോശമാണ്. അപ്പോൾ അനാമിക പറഞ്ഞു, എന്നാൽ വല്യമ്മയ്ക്കല്ല ബുദ്ധിമോശം സംഭവിച്ചിരിക്കുന്നത്. ഇവളെ ആദ്യം അകറ്റി നിർത്തിയിട്ട് ഇപ്പോൾ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നില്ലേ, ആ ആദർശേട്ടനാണ് ബുദ്ധിമോശം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അനി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നിർത്തടി, ഏട്ടനെയും ഏട്ടത്തിയമ്മയെയും വിമർശിക്കാനുള്ള ഒരു അധികാരവും നിനക്കില്ല. നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത്. അപ്പൊ അനാമിക അനിയെ അടിക്കാൻ ചെല്ലുന്ന കണക്ക്, എന്താടാ പറയുന്നത്? അതേടാ, ഞാൻ വലിഞ്ഞു കയറി തന്നെയാ വന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ പിണങ്ങിപ്പോയ സമയം നോക്കി അവളെ നീ വിളിച്ചു വരുത്തിയത്. അവളുടെ വന്നപ്പോൾ മനഃപൂർവ്വം ഡ്രസ്സ് എടുക്കാനാണെന്നും പറഞ്ഞ് നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും പോവുകയും ചെയ്തു. എല്ലാവരും നന്നായിട്ട് നാടകം കളിക്കുന്നുണ്ട്. ഇനി ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വല്യമ്മയുടെ വിധി തന്നെ ആയിരിക്കും എനിക്കും വരാൻ പോണത്. എന്നെയും ഇവളും ഇവളുടെ ചേച്ചിയും കൂടി വിഷം തന്നു കൊല്ലും. അതും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോയി കേട്ടോ. അപ്പം എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആദർശ് നയനോട് പറഞ്ഞു, നയനെ, നിനക്ക് ഒന്നാമത് വയ്യാതിരിക്കുകയാണ്, നീ ഇപ്പോൾ പ്രഷർ കൂട്ടരുത്. അപ്പം അനി പറയുകയാണ്, ഏട്ടാ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഈ ബന്ധം ഈ രീതിയിൽ മുന്നോട്ട് പോകില്ല. അപ്പം ആദർശ് വന്നിട്ട് പറയുകയാണ്, എടാ, അവള് കൊച്ചു പെണ്ണല്ലേടാ. അപ്പം അനി പറയുകയാണ്, അവളോ?
അവൾ എങ്ങനെ കൊച്ചു പെണ്ണാകുന്നത്? അവൾക്ക് 10-21 വയസ്സുണ്ട്. എന്നിട്ടും അതിന്റെ വല്ല പക്വതയുമുണ്ടോ? അവളുടെ കാര്യം പോട്ടെ, അവളുടെ അമ്മയ്ക്ക് കാണുമല്ലോ ഒരു 40-48 വയസ്സ്. അവര് ഇവളെക്കാളും കഷ്ടമാണ്. എല്ലാരും കൂടി എന്നെ അങ്ങനെ ഒരു ബന്ധത്തിൽ കൊണ്ടെത്തിച്ചു, എന്നെ തളച്ചു. അതും പറഞ്ഞ് അനി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ആകെ സങ്കടത്തോടെ വന്ന് ആദർശിന്റെ കയ്യിൽ പിടിച്ചു. അപ്പൊ ആദർശ് പറഞ്ഞു, എടി ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കരുതെന്ന്. നമ്മൾ അനാമികയെ ചൊടിപ്പിച്ചിട്ട് അവൾ അവളുടെ പാട്ടിന് പോയാലേ തകരുന്നത് അവന്റെ ജീവിതമാണ്. ഇപ്പൊ തന്നെ അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പൊ തന്നെ അവൾ പിണങ്ങി പോയേക്കുവാണ് അവളുടെ വീട്ടിലേക്ക്. അവന് നല്ല കുടുംബജീവിതം ഉണ്ടായാലല്ലേ നമുക്കത് കണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അപ്പൊ നയന പറഞ്ഞു, ചില നേരത്ത് അവളുടെ സംസാരം കേട്ടാൽ പ്രതികരിച്ചു പോകും ആദർശേട്ടാ. അപ്പൊ ആദർശ് പറഞ്ഞു, അതെ, ഞാനും പ്രതികരിച്ചല്ലോ. എങ്കിലും അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അനന്തപുരി തറവാട്ടിൽ ഇന്നേ വരെ വിവാഹം കഴിഞ്ഞ ആരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രവുമില്ല. അതിന് അനിയായിട്ട് മാറ്റി എഴുതേണ്ടി വരരുത്. പിന്നെ കാണിക്കുന്ന അനന്തപുരിയാണ് കേട്ടോ. നമ്മുടെ ജലജ സിറ്റൗട്ടിൽ തന്നെ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിർത്തുകയാണ് കേട്ടോ. അതിൽ നിന്ന് നമ്മുടെ അനാമിക ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ജാനകി മോളെ എന്ന് പറഞ്ഞ് വന്നു കേട്ടോ. അപ്പം അനാമിക പറഞ്ഞു, ഇറങ്ങിപ്പോയ ഞാൻ നാണം കെട്ട് തിരിച്ചു വന്നതല്ല. എന്താണ് എൻ്റെ ഭർത്താവ് എന്നെ തിരിച്ചു വിളിക്കാഞ്ഞതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവന് ഞാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. അപ്പൊ ജാനകി പറഞ്ഞു, എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ അനാമിക പറഞ്ഞു, വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയെങ്കിലും വല്യമ്മയെ എനിക്ക് ജീവനാണ്. അവിടെ ഞാനാണ് കൂട്ടിരിക്കേണ്ടത്. പിന്നെ അത് ഞാൻ ചെയ്യാത്തത് ദുഷിച്ച മനസ്സുള്ളവരൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ്. നയനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജാനകി പറയുകയാണേ, അതുകൊണ്ട് തന്നെ മോളെ ഞാനും അങ്ങോട്ട് പോകാത്തത്. അപ്പൊ അനാമിക പറഞ്ഞു, എന്നാലേ പോകേണ്ടവരൊക്കെ പോകുന്നുണ്ട്. ആദർശേട്ടനും അവരും ഇങ്ങോട്ട് വന്ന തക്കം നോക്കി അവിടേക്ക് ഒരാൾ വന്നു, നന്ദു. അനി മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ ജാനകി പറഞ്ഞു, ഇവിടുന്ന് ആദർശം നയനയും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അനാമിക പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു. ഇങ്ങോട്ട് പോകാൻ നേരം ഇവിടെ ഇപ്പം ആരുടെയും മനസ്സ് മാറിയിട്ടില്ല അമ്മേ. അവളും അനിയും തമ്മിൽ ഇപ്പോഴും അടുപ്പത്തില്ല. അവളുടെ ചേച്ചിമാർക്ക് അവളെ ഇപ്പോഴും ഇവിടെ പ്രതിഷ്ഠിക്കണം. അതിനു വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയാ. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നു കേട്ടോ. നവ്യയെ കണ്ടതും ജാനകി നേരെ നവ്യയുടെ അടുത്തോട്ട് പോവുകയാണ്. അർഹതയില്ലാതെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വന്നതുപോലെ ഇനി അനിയത്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മോളല്ല, നീ നിന്റെ ചേച്ചിയുമാണ് ഇവിടെ നിന്ന് പുറത്താകാൻ പോകുന്നത്. അപ്പൊ നവ്യ പറയുകയാണ്, ഇവള് അടുത്ത വഴക്കുണ്ടാക്കാനുള്ള കാര്യവുമായിട്ടാണോ വന്നേക്കുന്നത്? അപ്പൊ ജാനകി പറയുകയാണ്, വഴക്കുണ്ടാക്കുന്നതേ അനാമിക മോളല്ലടി, നീയും നിന്റെ അനിയത്തിയുമാണ്. അനി മാത്രം ഉള്ളപ്പോൾ എന്തിനാടി നന്ദു ഹോസ്പിറ്റലിലേക്ക് വന്നത്? അപ്പൊ അനാമിക പറയുകയാണ്, ഞാൻ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നത് നന്ദുവിന് മാത്രമല്ല അനിക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നവ്യ പറയുകയാണ്, ഓഹോ, അങ്ങനെ നിന്റെ ഭർത്താവ് നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാ. അപ്പൊ ജാനകി പറഞ്ഞു, അത് നീ തന്നെ പറയണം. നിന്നോട് നിന്റെ ഭർത്താവിന് വലിയ സ്നേഹമാണല്ലോ. അവൻ നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുവാണല്ലോ. അപ്പൊ അനാമിക പറയുകയാണ്, ഭർത്താവ് ഒരു ദിവസം സ്നേഹിച്ചപ്പോ കരുതി അത് ആത്മാർത്ഥ സ്നേഹമാണെന്ന്. ഇപ്പൊ നാണം കെട്ട് നടക്കുക. അപ്പൊ നവ്യ, എന്റെ ഭർത്താവിനെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഈ വീട്ടിൽ ഏറ്റവും മോശം സ്വഭാവമുള്ളത് എന്റെ ഭർത്താവിനാണ്. എന്നാൽ അതുപോലെയല്ല ആദർശേട്ടനും അനിയുമൊക്കെ. അവർക്കൊക്കെ നല്ലവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇന്ന് അനി നിന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ നീ വീട് വിട്ടു പോയിട്ടും തിരിച്ചു വിളിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അനിയുടെ സ്വഭാവം നന്നല്ല എന്നല്ല, മറിച്ച് നീ അത്രയ്ക്ക് അഹങ്കാരി ആയതുകൊണ്ടാ. നിന്നെ ഉൾക്കൊള്ളാൻ അനിക്ക് കഴിയാത്തത് കൊണ്ടാണ്. അപ്പം ജാനകി പറയുകയാണ്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് നിന്റെ അനിയത്തി നയനയാണ്. അനിയുടെ ചെവി കടിച്ചു പറിച്ച് അവന്റെ സ്വഭാവം മാറ്റിയത് അവൾ ഒറ്റ ഒരുത്തിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുകയാണ്, ഇപ്പം എൻ്റെ മോള് പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിന്നാലും ഈ അനന്തപുരി തറവാട്ടിൽ എൻ്റെ മോൾ എന്നും കാണും. പുറത്തു പോകണമെങ്കിലേ അത് നീയും നിന്റെ അനിയത്തിയുമായിരിക്കും. അപ്പൊ നവ്യ പറയുകയാണ്, അതിനൊരു പന്തയമൊന്നും വെക്കേണ്ട അമ്മായി. ഇവളുടെ സ്വഭാവം തന്നെ ഇവൾക്കൊരു വിനയാകും. ഇപ്പൊ ഇവൾക്ക് വേണ്ടി വാദിക്കുന്ന അമ്മായി തന്നെ ഇവളെ പുറത്താക്കുന്ന ഒരു ദിവസം വരും. അനാമിക പറയണേ, എടി എനിക്ക് പുറത്തു പോകാൻ ഒരു മടിയുമില്ല. ഞാനിപ്പോ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിലും എന്നെ പൊന്നുപോലെ എൻ്റെ അച്ഛനും അമ്മയും നോക്കും. എന്നാ നിനക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാതെ വേറെ വഴിയില്ല. ഇവിടെ നിന്ന് പുറത്തായാലേ നിനക്കൊക്കെ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. അപ്പം നവ്യ പറഞ്ഞു, അങ്ങനെ തെരുവി കളയുന്ന അമ്മയും അച്ഛനും അല്ല നമുക്കുള്ളത്. അപ്പൊ ജാനകി പറഞ്ഞു, ഒന്ന് ചുമ്മാതിരിക്കടി. ലോകത്തില്ലാത്ത കള്ളങ്ങളും പറഞ്ഞാണ് നീയും നിന്റെ അനിയത്തിയും ഇവിടെ കയറി വന്നത്. എന്നിട്ട് അവൾ ഒരു ഉളുപ്പുമില്ലാതെ പ്രസംഗിക്കയാ. 3 മക്കളെ ജനിപ്പിച്ചു എന്നല്ലാതെ നിന്റെ അമ്മയും അച്ഛനെയും എന്തിനു കൊള്ളാടി?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് അങ്ങനെ മക്കളെ ഇങ്ങോട്ട് തള്ളി പറഞ്ഞു വിട്ട് നിന്റെ അച്ഛൻ ഗോവിന്ദന്റെ കരണത്തെ അടിക്കുകയാണ് വേണ്ടത്. അപ്പൊ നവ്യ പറഞ്ഞു, എൻ്റെ അച്ഛന്റെ കരണത്തേക്കല്ല അടിക്കേണ്ടത്, ഇവളെ വളർത്തി വഷളാക്കിയ ഇവളുടെ അച്ഛന്റെ കരണത്തേക്കാണ് അടിക്കേണ്ടത്. അപ്പം അനാമിക ദേഷ്യപ്പെട്ട് നോക്കി കേട്ടോ. അപ്പം നവ്യ പറയുകയാണ്, നീ നോക്കണ്ട, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അന്ന് പായസം കുടിച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ കിടന്ന് ഓടിയല്ലോ, അതിന്റെ കാരണം നിനക്ക് നന്നായിട്ടറിയാം. നിന്റെ അമ്മയുടെ കാര്യം പോട്ടേന്ന് വെക്കാം, പക്ഷെ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ഇത്രയും തരം താഴാൻ പാടില്ല. അയാളുടെയും കൂടെ അറിവോടെയാണ് അന്ന് പായസത്തിൽ എന്തോ കലർത്തിയത്. അപ്പം ജാനകി വന്ന് പറഞ്ഞ്, ഒന്ന് മിണ്ടാതിരിയടി. അപ്പം നവ്യ ദേഷ്യപ്പെട്ട് പറയുകയാണ്, നിങ്ങൾക്കൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്ക് പറഞ്ഞൂടെ? അതുപോലെ തന്നെ ഇപ്പൊ അബിയുടെ അമ്മായി ഹോസ്പിറ്റലിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നീ അബിയും അവന്റെ അമ്മയുമാണ്, അല്ലെങ്കിൽ ഇവളും ഇവളുടെ അമ്മയുമാണ്. അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യയുടെ നേരെ വിരൽ ചൂണ്ടി ദേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നവ്യ ആ വിരൽ അങ്ങ് പിടിച്ച് താത്തിയിട്ട് പറഞ്ഞ്, നീ വിരൽ ചൂണ്ടണ്ട, നീ എത്ര തിളപ്പ് കാണിച്ചാലും പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കാൻ പോണില്ല. യഥാർത്ഥ പ്രതികളിപ്പം കണ്ണീരൊലിപ്പിച്ച് നടക്കുകയാണ് ബാക്കിയുള്ളവരെ പ്രതികളാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി എല്ലാരും പറയുന്നത് കേൾക്കാൻ ഞാനും നയനയും നിൽക്കില്ല, അത് നീ മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞ് ജാനകിയെ ഒരു തള്ളു വെച്ച് കൊടുത്തിട്ട് നവ്യ അങ്ങ് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അനാമിക പറയുകയാണ്, ഇങ്ങനെയുള്ള ഈ വീട്ടിലേക്ക് ഞാനിനി എങ്ങനെ വരാനാ അമ്മേ? അപ്പൊ ജാനകി പറഞ്ഞു, മോള് വിഷമിക്കാതെ, എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടേക്കാണ്, അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വീടിനകത്തൊരു യുദ്ധത്തിന്റെ കുറവുണ്ട്. സമയമാകട്ടെ, ഇതിനൊക്കെ ഒരു പരിഹാരം കാണാം മോളെ. ഹോസ്പിറ്റലിൽ നിന്ന് ഏട്ടത്തി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, അതോടെ എല്ലാത്തിൻ്റെയും ചാട്ടം അങ്ങ് അവസാനിക്കും. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. നയന പുറത്ത് ഐസിയുവിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ആദർശ് ഐസിയുവിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യത്തിന് അമ്മയ്ക്ക് ഒരു കുറവുമില്ല നയനെ. അപ്പം നയന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, അമ്മയുടെ മനസ്സ് നോവുന്ന രീതിയിൽ ഈ സമയത്ത് സംസാരിക്കുകയൊന്നും വേണ്ട. ആദർശേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ വിഷമം. അതുകൊണ്ട് അമ്മ എന്നെ എന്ത് കുറ്റപ്പെടുത്തിയാലും അതിനൊപ്പം നിന്നാൽ മതി. അപ്പോഴേക്കും ആദർശിൻ്റെ അച്ഛനും അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അപ്പം ആദർശ് അച്ഛനോട് പറയുകയാണ്, അച്ഛാ, അമ്മയ്ക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പോൾ അമ്മയെ സഹായിച്ചത് ഇവളാണെന്ന് അമ്മയോട് നേരിട്ട് പറയേണ്ട അവസ്ഥയാണ്. അതുപോലെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അതേപ്പറ്റി അവളോട് പറയാൻ നിൽക്കേണ്ട. അപ്പം അവൾ ചോദിക്കും, എന്താ അവൾ അനുവാദം ചോദിക്കാതെ മോളുടെ ബ്ലഡ് അവൾക്ക് കൊടുത്തതെന്ന് ചോദിക്കും. ആദർശ് പറഞ്ഞു, എന്നാലും ഇവള് ഇത്രയും ആത്മാർത്ഥത കാണിച്ചാലും അതൊന്നും വകവയ്ക്കാതെയുള്ള അമ്മയുടെ ഈ പെരുമാറ്റം എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അച്ഛാ. അപ്പൊ നയന പറഞ്ഞു, അതൊന്നും കാര്യമാക്കരുതെന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, കാര്യമുണ്ട് മോളെ, ഇപ്പം ഇങ്ങനെ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും 1% പോലും ചേഞ്ച് ഇല്ല അയാളുടെ സ്വഭാവത്തിന്. മോളെ കൂടുതൽ വെറുക്കുന്നതല്ലാതെ ഒട്ടും സ്നേഹിക്കുന്നുമില്ല. ശബരിമല ദർശനം എല്ലാത്തിനും ഒരു പരിഹാരം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ആദർശ് പറഞ്ഞു, അമ്മയുടെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ വെച്ച് നോക്കിയാൽ അമ്മയെ ഒരു ദൈവത്തിന് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് വിഷം കലർന്ന പാല് കൊടുത്തത് ഇവളാണെന്ന് അമ്മ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ പാകത്തിനുള്ള സംസാരം പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി കാണുമല്ലോ എന്ന് ജയൻ പറഞ്ഞു. പിന്നെ നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ച പാലാണ് ദേവയാനി എടുത്ത് കുടിച്ചതെന്ന് മോള് സമ്മതിക്കുന്നുമുണ്ട്. അപ്പൊ നവ്യ പറഞ്ഞു, അതിലെങ്ങനെ വിഷം കലർന്നു എന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അപ്പൊ ജയൻ പറഞ്ഞു, വീടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ ഉള്ളത്. ആദർശ് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ അനാമികയും അവളുടെ അമ്മയും ആകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അതിന്റെ തലേ ദിവസമാണല്ലോ പായസം കുടിച്ചിട്ട് അവർക്ക് പ്രശ്നമുണ്ടായത്. അത് നവ്യയാണ് ചെയ്തതെന്ന് അനാമിക പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നയന നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ച പാലിൽ അവരെന്തോ കലക്കി എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നയന പറഞ്ഞു, അത് തന്നെയാണ് എന്റെയും സംശയം. നവ്യേച്ചിയുടെ കുഞ്ഞിനെ കളയാനും നവ്യേച്ചിയെ ഹോസ്പിറ്റലിൽ കിടത്താനും വേണ്ടി അവർ ചെയ്തു തന്നെയാവും. അപ്പൊ ജയൻ പറഞ്ഞു, പോട്ടെ മോളെ, ഇത് കുത്തിപ്പൊക്കി കേസാക്കണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്നാലും ആ കുട്ടിയെയും അവളുടെ അമ്മയെയും സംശയിച്ചേ പറ്റൂ. അപ്പൊ ആദർശ് പറഞ്ഞു, നവ്യയും നയനയും ഒക്കെ കള്ളം പറഞ്ഞാണ് വീട്ടിൽ കയറിയെന്നാണ് അപ്പച്ചിയും അമ്മയും ഒക്കെ പറയുന്നത്. എന്നാൽ അതിനേക്കാളും ഒക്കെ കള്ളം പറഞ്ഞാണ് അനാമിക ആ വീട്ടിൽ കയറിയതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അച്ഛാ. അപ്പൊ ജയൻ പറഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണത്തിന്റെ തലേ ദിവസം അനിയുടെ മനസ്സിൽ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ? എന്നിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അനിയുടെ ദാമ്പത്യം മുളയിലേ നുള്ളാൻ നമ്മൾ ശ്രമിക്കരുത്. അവനാകെ തകർന്ന മട്ടിലാണ് നടക്കുന്നത്. അപ്പം ഉടനെ തന്നെ നമ്മുടെ നയനയുടെ തലയൊക്കെ ചുറ്റുന്നത് പോലെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് വന്ന് പെട്ടെന്ന് നയനയെ പിടിച്ച് അവിടെ ഇരുത്തുവാണേ.
അപ്പം അച്ഛൻ പറഞ്ഞു ബ്ലഡ് കൊടുത്ത് കഴിയുമ്പോൾ മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്, മോൾക്ക് വിശദമായിട്ടൊരു ചെക്കപ്പ് നടത്തണം. അപ്പം നയന പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അച്ഛാ. അപ്പം ആദർശ് പറയുകയാണ്, ആര് പറഞ്ഞു ആവശ്യമില്ല എന്ന്? ഞങ്ങൾ പറയുന്നത് നീ കേട്ടാൽ മതി. പിന്നെ നമ്മളുടെ നയനയെ ഡോക്ടർ വന്ന് പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു പ്രഷർ നല്ല കുറവായിട്ടുണ്ട്, ആഹാരം കഴിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കണ്ട, പിന്നെ ഉപ്പുള്ള ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ഇയാളുടെ അവസ്ഥ നോക്കിയിട്ട് ജോലി കൂടുതലും ആഹാരം കുറവുമാണെന്നാണ് തോന്നുന്നത്. ആദർശ് പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് ഡോക്ടർ, ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാരെക്കാളും മുന്നിലാണിവൾ. എന്നാൽ കഴിക്കാനാണ് പ്രയാസം. കഴിക്കുകയാണെങ്കിൽ തന്നെ അധികം കഴിക്കുകയുമില്ല. ജയൻ പറഞ്ഞു സ്വന്തം കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതറിഞ്ഞിട്ടും ശരീരം വീക്കായിട്ടും എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അതിന് സമ്മതിപ്പിക്കുകയായിരുന്നു ആദർശിൻ്റെ ഭാര്യ. എന്നിട്ടും അമ്മായിയമ്മയെ സഹായിച്ചത് മരുമോളാണെന്ന് പറയാനൊക്കാത്തതാണ് വിഷമം. അപ്പം ജയൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞാൽ ദേവയാനി ഒരിക്കലും മോളുടെ ബ്ലഡ് സ്വീകരിക്കാൻ തയ്യാറാകില്ലായിരുന്നു. ആ സാഹചര്യം ഒഴിവാക്കാനാണ് ഞങ്ങളത് പറയാതിരുന്നത്. അപ്പോൾ ഡോക്ടർ നയനയോട് പറഞ്ഞു ഏതായാലും എണീറ്റ് ഓടാനൊന്നും ശ്രമിക്കണ്ട കേട്ടോ, വിശ്രമിക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയി. അപ്പോൾ ആദർശം എന്ന് പറഞ്ഞു ഞാനൊരു 1000 തവണ നിന്നോട് പറഞ്ഞതാണ് ആഹാരം കഴിക്കണം, ജ്യൂസ് കുടിക്കണം എന്നൊക്കെ, എന്നിട്ട് നീ അതൊന്നും കേട്ടില്ല. നിനക്ക് തലചുറ്റലുണ്ടായ സമയത്ത് നമ്മളൊന്നും അടുത്തില്ലായിരുന്നെങ്കിലോ? ജയൻ പറഞ്ഞു ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഫിക്സ് വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ സ്വന്തം ശരീരം ശ്രദ്ധിക്കണം മോളെ. അപ്പം നയന പറഞ്ഞു ഇനി ഞാൻ നോക്കിക്കോളാം അച്ഛാ. അപ്പം ആദർശ് പറയുകയാണ് വീട്ടിൽ ചെന്നാലും നീ ഭാരിച്ച പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ. നീ കിടപ്പിലായ വിവരം മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാൽ അവർക്കത് അടുത്ത ഷോക്കാവും. അപ്പം നയന പറഞ്ഞു അവരോടൊന്നും പറയണ്ട. അപ്പം ആദർശ് പറയുകയാണ് പറഞ്ഞാലും പറഞ്ഞില്ലേലും അവരുടെ BP കൂട്ടാൻ അവിടെ ചിലരുണ്ടല്ലോ, ഏതായാലും നീ മോളുടെ അടുത്തേക്ക് ഇരിക്ക് എന്ന് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ആദർശ് അവിടെ ഇരുന്നിട്ട് നയനയെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കി, നയനയുടെ കയ്യിലൊന്ന് പിടിച്ചു കേട്ടോ. അപ്പം നയനയെ സ്നേഹത്തോടെ ആദർശിനെ നോക്കി. അപ്പം ആദർശ് പറഞ്ഞു എന്തായാലും എൻ്റെ അമ്മയ്ക്ക് നിന്നോടുള്ള വെറുപ്പ് കൂടി വരുന്നതോടൊപ്പം എനിക്ക് നിന്നോടുള്ള സ്നേഹവും കൂടി വരികയാണ്. വിട്ടുപിരിയാനൊക്കാത്ത വിധമുള്ള ഒരു ആത്മബന്ധം ഇപ്പോൾ നമുക്കിടയിലുണ്ട്, അതൊരിക്കലും ഇല്ലാതാകാൻ പാടില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയെ ഇപ്പോൾ എനിക്കുള്ളൂ. അത് കേട്ട് നയനയ്ക്കും സന്തോഷമായി കേട്ടോ. അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.